Buongiorno a tutti. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കാം. ഏത് ഭാഷയിലായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിലും ബുദ്ധിമുട്ടാണ്. നമുക്ക് വന്നില്ലേ, വന്നിട്ടില്ലേ, വരുന്നുണ്ടോ, വരാറുണ്ടോ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് സെൻറ്റൻസുകളും പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, വരില്ലേ. നോൺ വെറായി. ആരോടെങ്കിലും നീ വരില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നോൺ വെറായി എന്നാണ് ചോദിക്കേണ്ടത്. ഇത് ഇൻഫോർമൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫോർമലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നോൺ വെറ എന്നാണ് ചോദിക്കേണ്ടത്. സബ്ജക്റ്റിൻ്റെ കൂടെ വരുമ്പോൾ ഇയോ വെറോ, തു വെറായ്, ലൂയ് ഓലൈ വെറ, നോയ് വെറേമോ, വോയ് വെറേത്തെ, ലോറോ വെറാനോ, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇനി നിങ്ങൾ ഓർത്തിരിക്കണം, ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നോൺ വെറായ്, നോൺ വെറ, ഇങ്ങനെ നോൺ എന്നത് നിങ്ങൾ മുന്നിൽ ഉപയോഗിക്കണം. ഓക്കെ, വരണ്ടേ, നോൺ ഡൊവറെസ്റ്റി വെനീരെ ഓർ നോൺ ഡൊവറെബെ വെനീരെ, ഷുഡിൻറ്റ് യു കം, ആർൻറ്റ് യു സപ്പോസ്ഡ് ടു കം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. അതായത് വരണ്ടേ എന്ന് സ്നേഹത്തോടുകൂടി ചോദിക്കാം. നീ വരണ്ടേ, നീ വരേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വഴക്ക് പറയുന്ന രീതിയിൽ, ജെൻറ്റിലായിട്ട് വഴക്ക് പറയുന്ന രീതിയിൽ നീ വരണ്ടേ, നീ എന്താ വരാതിരിക്കുന്നത്, നീ വരണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻറ്റിലായിട്ടും ഈ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കും. നോൺ ഡൊവറെസ്റ്റി വെനീരെ അല്ലെന്നുണ്ടെങ്കിൽ നോൺ ഡൊവറെബെ വെനീരെ, നീ വരണ്ടേ എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ, വരാറില്ലേ. നോൺ വിയനി ദി സോളിത്തോ. ഇത് ഇൻഫോർമലാണ്. നോൺ വിയനി ദി സോളിത്തോ, സാധാരണ നീ വരാറില്ലേ, യൂഷ്വലി എന്നതാണ് സോളിത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം. പതിവായി, സാധാരണയായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അത് ഇൻഫോർമലാണ്. ഇനി ഫോർമലിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നോൺ വിയനി ദി സോളിത്തോ, നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഐയും ഇയും തമ്മിലുള്ള ഡിഫറൻസ്. നോൺ വിയനി ദി സോളിത്തോ ഫോർമലി. വരാറില്ലേ. വരുന്നില്ലേ, നോൺ വിയേനി അല്ലാന്നുണ്ടെങ്കിൽ നോൺ വിയേനെ. വിയേനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമലാണ്. ഫോർമലായിട്ട് പറയുമ്പോൾ നോൺ വിയേനെ എന്നാണ് പറയേണ്ടത്. ആദ്യത്തത് ഐയിൽ അവസാനിക്കുന്നു, രണ്ടാമത്തത് ഇയിലാണ് അവസാനിക്കുന്നത്. ആർൻറ്റ് യു കമ്മിങ്, നീ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനാണ് നോൺ വിയേനി അല്ലെങ്കിൽ നോൺ വിയേനെ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, വന്നിട്ടില്ലേ. നോൺ സെ വെനൂത്തോ ഓ നോൺ സെ വെനൂത്ത. മെയിൽ ആണെന്നുണ്ടെങ്കിൽ വെനൂത്തോ എന്ന് ചോദിക്കുക. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നോൺ സെ വെനൂത്ത എന്നാണ് ചോദിക്കേണ്ടത്. ഹാവിൻറ്റ് യു കം അല്ലെങ്കിൽ ഡിഡിൻറ്റ് യു കം, നീ വന്നിട്ടില്ലേ എന്ന് ചോദിക്കാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക, നോൺ എന്നത് നമ്മൾ ഉപയോഗിക്കണം, എങ്കിലേ നെഗറ്റീവ് മീനിങ് വരികയുള്ളൂ. നോൺ സെ വെനൂത്തോ, നീ ഇവിടെ വന്നിട്ടേ ഇല്ല അല്ലെങ്കിൽ നീ ഇവിടെ വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നോൺ സെ വെനൂത്തോ അല്ലാന്നുണ്ടെങ്കിൽ നോൺ സെ വെനൂത്ത എന്നാണ് ചോദിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, കുറച്ച് സെൻറ്റൻസസ് പഠിക്കാം. വരില്ലേ എന്നതിന് ഉള്ള ഒരു എക്സാമ്പിൾ പറയാം. ഡൊമാനി അന്ത്യാമൽ മാരെ നോൺ വെറായ്, വി ആർ ഗോയിങ് ടു ദ ബീച്ച് ടുമാറോ, വോണ്ട് യു കം. നാളെ ഞങ്ങൾ ബീച്ചിൽ പോകുന്നുണ്ട്, നീ വരില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡൊമാനി അന്ത്യാമോ അൽമാരെ, ഡൊമാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടുമാറോ, അന്ത്യാമോ ഗോയിങ്, അൽമാരെ ബീച്ച്. അപ്പം നാളെ ഞങ്ങൾ ബീച്ചിൽ പോകുന്നുണ്ട്, നീ വരുന്നില്ലേ, നോൺ വെറായ്, നീ വരില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡൊമാനി അന്ത്യാമൽ മാരെ നോൺ വെറായ്, നീ വരില്ലേ. നെക്സ്റ്റ് വൺ, വരണ്ടേ എന്നതിന് എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. La lezione inizia alle 3. Tu non dovresti venire അല്ലാന്നുണ്ടെങ്കിൽ lui non dovrebbe venire എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 3, ഷുഡിൻറ്റ് യു കം അല്ലെങ്കിൽ ഷുഡിൻറ്റ് ഹി കം എന്നൊക്കെ അർത്ഥം വരും. ക്ലാസ് 3 മണിക്ക് ആരംഭിക്കുന്നു, നീ വരണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ അവൻ വരണ്ടേ അല്ലെങ്കിൽ അവൾ വരണ്ടേ എന്നൊക്കെ ചോദിക്കാൻ ഇങ്ങനത്തെ സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി പറയാം. lezione inizia alle 3. Tu non dovresti venire o lui non dovrebbe venire. അപ്പോൾ 3 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നീ വരണ്ടേ അല്ലെങ്കിൽ അവൻ വരണ്ടേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി വരുന്നില്ലേ എന്നതിന് എക്സാമ്പിൾ പറയാം. La festa è stasera, non vieni, the party is tonight, aren't you coming. ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, നീ വരുന്നില്ലേ. La festa പാർട്ടി, stasera this evening. La festa è stasera, non vieni, ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, നീ വരുന്നില്ലേ.
ഇനി വരാറില്ലേ എന്നതിന് എക്സാമ്പിൾ നോക്കാം. Non vieni di solito alle riunioni? Don't you usually come to the meeting? മീറ്റിങ്ങിന് സാധാരണ നീ വരാറില്ലേ എന്ന് ചോദിക്കാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോൺ വിയേനി ദി സോളിത്തോ, സോളിത്തോ ഞാൻ നേരത്തെ പറഞ്ഞു യൂഷ്വലി പതിവായി. അല്ല റിയൂണിയോണി, റിയൂണിയോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ്. അപ്പം മീറ്റിങ്ങിന് സാധാരണയായി നീ വരാറില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ മതിയാകും. നോൺ വിയേനി ദി സോളിത്തോ അല്ലെ റിയൂണിയോണി. വന്നിട്ടില്ലേ എന്നതിന് എക്സാമ്പിൾ നോക്കാം. Non sei venuto o venuta a questa spiaggia. Non sei venuto o venuta a questa spiaggia. Have you not come to this beach? ഈ ബീച്ചിൽ നീ വന്നിട്ടില്ലേ എന്ന് ചോദിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോൺ സേ വെനൂത്തോ അല്ലാന്നുണ്ടെങ്കിൽ വെനൂത്ത അക്വസ്റ്റ സ്പ്യാജ, ഈ ബീച്ചിൽ നീ വന്നിട്ടില്ലേ. നോൺ സേ വെനൂത്തോ ഒ വെനൂത്ത അക്വസ്റ്റ സ്പ്യാജ. ഓക്കെ, സ്പ്യാജ എന്ന വാക്കിൻ്റെ അർത്ഥം ബീച്ച്, കൊയസ്റ്റ ദിസ് ഇത്, പിന്നെ വെനൂത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടില്ലേ എന്നുള്ള അർത്ഥമാണുള്ളത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.